ഹജ്ജിലെ ഏറ്റവും പുണ്യദിനമായ ദുൽഹിജ 9-ന് അറഫ സംഗമത്തിനിടെ തീർത്ഥാടകരുടെ ക്യാമ്പിൽ പ്രാർത്ഥനകളുടെയും ആനന്ദക്കണ്ണീരിന്റെയും ആരവങ്ങൾക്കിടയിൽ ആഫ്രിക്കൻ തീർത്ഥാടകയ്ക്ക് കൺമണി പറന്നു. 806 നമ്പർ ഫീൽഡ് സർവീസ് സെന്ററിനു കീഴിലെ തീർത്ഥാടകരുടെ ക്യാമ്പിനുള്ളിൽ പവിത്രത, ജീവിതം, ജനനം എന്നിവ സംയോജിച്ച അസാധാരണ നിമിഷത്തിലാണ് അറഫയിൽ ആദ്യത്തെ നവജാത ശിശു ജനിച്ചത്. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ ടോഗോ റിപ്പബ്ലിക്കിൽ നിന്നുള്ള 30-കാരിയായ തീർത്ഥാടക അവ സെബ്ഗോ ആണ് അറഫയിൽ കുഞ്ഞിന് ജന്മം നൽകിയത്. ഗർഭാവസ്ഥയുടെ 7-ാം മാസത്തിൽ അറഫയിൽ നിൽക്കുമ്പോൾ തീർത്ഥാടകയ്ക്ക് പ്രസവവേദന തുടങ്ങുകയായിരുന്നു. കാരുണ്യപൂർവമായ വൈദ്യപരിചരണം പ്രസവം എളുപ്പമാക്കി. തീർത്ഥാടകരുടെ പ്രാർത്ഥനകൾക്കും സന്തോഷത്തിനും ഇടയിൽ മാതാപിതാക്കൾ അവന് അറഫ എന്ന് പേരിട്ടു. നവജാത ശിശുവിൻ്റെയും അമ്മയുടെയും ആരോഗ്യസ്ഥിതികൾ കൂടുതൽ ഉറപ്പുവരുത്താനായി സൗദി റെഡ് ക്രസന്റ് ടീമുകളെ ബന്ധപ്പെടുകയും തീർത്ഥാടകയെയും നവജാത ശിശുവിനെയും ജബൽ അൽ റഹ്മ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തതായി 806 നമ്പർ ഫീൽഡ് സർവീസ് സെന്റർ മേധാവി നുഉമാൻ ദമൽഹൂരി വ്യക്തമാക്കി. ആരോഗ്യസ്ഥിതിഗതികൾ ഉറപ്പാക്കിയ ശേഷം പൂർണ്ണ ആരോഗ്യത്തോടെ തീർത്ഥാടകയെ ഹജ്ജ് പൂർത്തിയാക്കാൻ പിന്നീട് ക്യാമ്പിലേക്ക് തന്നെ തിരിച്ചയച്ചു. തങ്ങളുടെ കൂട്ടത്തിലുള്ള തീർത്ഥാടക അറഫയിൽ വെച്ച് കുഞ്ഞിന് ജന്മം നൽകിയതിൽ ടോഗോയിൽ നിന്നുള്ള തീർത്ഥാടകർ സന്തോഷത്താൽ മതിമറന്നു. ഈ സംഭവം അവൾക്ക് ഇരട്ടി സന്തോഷവും ആത്മീയതയും നൽകി. സ്ഥലം അറഫയാണ്, സമയം അറഫ സംഗമമാണ്. സന്തോഷത്തിനും പ്രാർത്ഥനകൾക്കും ഇടയിൽ അനുഗ്രഹീതമായ ജനനമായി കുഞ്ഞ് അറഫയുടേത്. തീർത്ഥാടകയ്ക്ക് ലഭിക്കുന്ന മാനുഷിക സേവനങ്ങൾക്കും വൈദ്യപരിചരണത്തിനും ടോഗോയിൽ നിന്നുള്ള തീർത്ഥാടകർ സൗദി ഗവൺമെന്റിന് നന്ദി പറഞ്ഞു.